ഒറ്റ കാര്യമില്ല. നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. എല്ലാം അള്ളാഹുവിന്റെ അനുഗ്രഹത്തോടുകൂടി അള്ളാഹു സ്വീകരിക്കുമാറാകും. ഒരു കാര്യത്തിൽ നാം എപ്പോഴും ഒന്ന് ശ്രദ്ധ പഠിച്ചത് വളരെ നന്നായിരിക്കും. ഇഖ്ലാസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, അതിലൂടെ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. മുഖ്ലിസീകളായി കാര്യങ്ങൾ നല്ല രീതിയിൽ പൂർത്തീകരിക്കാനുള്ള ആഗ്രഹമുണ്ട്. ആ നിയ്യത്ത് നമ്മുടെ മനസ്സിൽ ഇൻഷാ അല്ലാഹ് അത് എന്നും നിലനിൽക്കട്ടെ. മറ്റൊരു കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുവർത്തിച്ചിരുന്നൊരു നയം എന്തായിരുന്നു? ഇന്നല്ലാഹ യുഹിബ്ബു ഇദാ അമലക്കും അഹദൻ അൻ യുസ്തിഖിന. അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഗതിയാണ് എന്ത്? നിങ്ങളൊരു കാര്യം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ, ഒരു അമലാണ് ചെയ്തു കഴിഞ്ഞാൽ അത് പെർഫെക്റ്റ് ആയിട്ട് പൂർത്തീകരിക്കുക. പെർഫെക്റ്റ് എന്ന് ഞാൻ പറയുന്നത് അള്ളാഹു മാത്രമേ പെർഫെക്റ്റ് ആയിട്ടുള്ളൂ. ഈ ലോകത്തൊന്നും പെർഫെക്റ്റ് അല്ല. പക്ഷെ പെർഫെക്ഷൻ എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ, ഏറ്റവും സുന്ദരമായ വിധത്തിൽ, ഏറ്റവും മനോഹരമായ വിധത്തിൽ, ഏറ്റവും ഫലവത്തായ വിധത്തിൽ ഗുണഭോക്താക്കൾ ആരാണ്? അവർക്ക് ഏറ്റവും സുന്ദരമായ വിധത്തിൽ ആ കാര്യങ്ങൾ എത്തിച്ചു കൊടുത്ത് അവരുടെ മനസ്സുകളിൽ അവരുടെ ആനന്ദം കളിയാടുന്ന വിധത്തിൽ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ആ ഒരു മാനസികാവസ്ഥ, അതിലേക്ക് നാം സ്വയം സന്നദ്ധരാകാതെ നമ്മൾ മുന്നോട്ട് പോവുക. കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യുന്ന പല ആളുകളും നമ്മൾ അഭിമുഖീകരിക്കും. പല പ്രശ്നങ്ങളുമായിട്ട് നമ്മൾ മുമ്പിൽ വരും. അവരൊക്കെ പല വഴി തെറ്റിയവരും മറ്റൊരു പ്രയാസപ്പെടുന്നവരും രോഗമുള്ളവരും അതുപോലെ കാലം വന്ന് ഇന്നലെ കന്നവരാക്കി ഇവിടെ വന്നിരുന്ന ബംഗ്ലാദേശ് രക്തം ഒലിച്ചുകൊണ്ട് ഇങ്ങനെ പലതും വരും, പല ആളുകളും. അപ്പൊ ഈ ആളുകളൊക്കെ അടച്ചുവരെ ഞാൻ ഇടങ്ങേറായത് എങ്ങനെ ഇതൊക്കെ പാടെ കൂടി ഞാൻ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പൊ ഓരോരുത്തരും ഒരു അർത്ഥ മനസ്സോട് കൂടി മുട്ടി മറച്ചു കൊണ്ടിട്ട് എവിടെ എത്താത്ത വിധത്തിൽ ആ കുതിർ ജാവോ ഇതൽ ജാവോ എന്നൊക്കെ പറഞ്ഞിട്ട് കഴിച്ചിലാകണം പരിപാടി അത് പറ്റൂല. നല്ല പെർഫെക്റ്റ് ഇവിടെ നാസർ സാഹിബൊക്കെ പറഞ്ഞു തന്നിയത്, കോമഡി സാഹിബ് മാഷൊക്കെ നമ്മുടെ ബഹുമാന്യനായ കാര്യത്തിലൊക്കെ പറഞ്ഞു തന്ന ആ നിർദ്ദേശങ്ങൾ മനസ്സിൽ കരുതിയിട്ട് വളരെ വ്യക്തമായ ഒരു ചിത്രം മനസ്സിലുണ്ടാകണം. ഈ ആളെ പ്രശ്നം നമ്മുടെ മുന്നിൽ വളരെ സീരിയസ് ആണ്. അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ചിന്തിക്കാൻ സാധിക്കണം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പ്രശ്നം നമ്മൾ പരിഹരിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഒരു വ്യക്തമായ ഒരു ദിശാബോധം വേണം. അദ്ദേഹത്തിന് ഏത് വഴിക്ക് പറഞ്ഞു നമുക്കറിയില്ലെങ്കിൽ അറിയുന്ന ആളുകളോട് ചോദിക്കാം, അല്ലെങ്കിൽ മറ്റെന്താണ് സംവിധാനം നമ്മുടെ കോമൺ സെൻസ് ഉപയോഗിച്ചുകൊണ്ട് ആ കാര്യങ്ങൾ നിർവഹിക്കാം. അപ്പോൾ ഒരു കാര്യം ചെയ്താൽ പെർഫെക്റ്റ് ആയിട്ട് മാക്സിമം നല്ല രീതിയിൽ അത് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ എപ്പോഴും ഉണ്ടാകണം. ചെയ്തു എന്നതിനേക്കാൾ കൂടി എന്ത് ചെയ്തു എന്നതിനേക്കാൾ കൂടിയിട്ട് പിന്നെ എങ്ങനെ ചെയ്യുന്നു, എത്രത്തോളം ഗുണപരമായി ചെയ്യുന്നു എന്നുള്ളതാണ് അള്ളാഹുവിന്റെ അടുത്ത് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്നുള്ളത് നമ്മൾ പറയേണ്ടതില്ല. അപ്പോൾ എടുക്കുന്നതിന്റെ ക്വാളിറ്റി നമ്മൾ നന്നാക്കാം. ക്വാണ്ടിറ്റി എനിക്ക് ഇത്ര ആളുകൾ, ഇന്നലെ ഞാൻ 10-25 ആജിമാരെ സെർവ് ചെയ്തു, ഇന്ന് എനിക്ക് 10 ആളെന്നോട് പറ്റിയ പടച്ചോനെ, അതുകൊണ്ട് എണ്ണം കുറഞ്ഞോ, എണ്ണം നോക്കേണ്ടതില്ല. അതിവിടെ ഒരു പ്രശ്നമേ അല്ല. എടുക്കുന്ന ആളുകൾ, നമ്മൾ സെർവ് ചെയ്യുന്ന ആളുകൾ നന്നാക്കി ഒരാളെ കൈ പിടിച്ചിട്ട് നമ്മൾ കൊണ്ടുപോയ നിർബന്ധമാണ്. അത് 1.5 കിലോമീറ്ററോ 2 കിലോമീറ്ററോ കൊണ്ടുപോയിട്ട് അവരെ ടെന്റിൽ എത്തിക്കൽ വാജിബ് അവിടെ തോന്നിയാൽ അത്രയ്ക്ക് പ്രയാസമുള്ള അവസ്ഥയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ സെർവ് ചെയ്യാൻ സമയം കിട്ടുന്നല്ലോ. അതുകൊണ്ട് എന്തെങ്കിലും പന്നി കഴിച്ചാൽ ചോദിക്കേണ്ടതില്ല. ഇവിടെ എണ്ണമല്ല പ്രശ്നം, വണ്ണമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റെടുത്ത ആ ടാർഗറ്റ് എന്ന് പറയുന്നത്, ഇവിടെ നമ്മുടെ നേതാക്കന്മാർ ആരും തന്നെ ഒരിക്കലും നമ്മുടെ സെയിൽസ് ഇതിലൊക്കെ ഉള്ള മാതിരി നമ്മൾ ആർക്കും ടാർഗറ്റ് തന്നിട്ടില്ലല്ലോ. നമ്മുടെ ടാർഗറ്റ് അള്ളാഹുവാണ് നമുക്ക് തന്നിട്ടുള്ള ടാർഗറ്റ്. അത് നമ്മൾ സ്വയം ഏറ്റെടുക്കുന്നതാണ്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട സംഗതി, ഈ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ ഇവിടെ പറഞ്ഞതായിട്ടുള്ള കുറേ പോരായ്മകൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ അൺപ്രൊഫഷണൽ ആയിട്ട് നമ്മൾ സ്വയം ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് ഇതിൻ്റെ കാരണപരമായിട്ട് നമ്മളിപ്പോൾ ഓരോ കാര്യങ്ങളിൽ ജോലി എടുക്കുന്ന പിന്നെ തിരക്കുള്ള ആളുകളും അതും അവനാൻ്റെ ബിസിനസ്സും മറ്റും മറിച്ചായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്ന ആളുകളാണല്ലോ. ഇത് അൽഹംദുലില്ലാ ഈ ഒരു കൂട്ടായ്മ എന്ന് പറയുന്ന സംഗതി തന്നെ ഇങ്ങനെ വളരെ അനുസ്യൂതം ഒരു പ്രശ്നവുമില്ലാത്ത 10-15 വർഷം ഇഫക്റ്റീവായിട്ട് കാര്യം ചെയ്യാൻ പറയുന്ന ഒരു മഹാത്ഭുതമായിട്ടാണ്. ഇന്നലെ മാഷ് പറഞ്ഞ ഇന്റർവ്യൂവിൽ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു കൂട്ടായ്മ എല്ലാ മേഖലകളിലേക്കും ഗുണപരമായി നന്മയിൽ നിങ്ങൾ പിന്നെ നല്ല രീതിയിൽ സഹകരിച്ച് മുന്നേറുക, തിന്മയിൽ നിങ്ങൾ സഹകരിക്കുക എന്ന മഹത്തായ ഖുർആനികമായ അധ്യാപനത്തിന്റെ വെളിച്ചത്തിൽ 100,000 കാര്യങ്ങളിൽ ഒരുക്കാൻ സാധിക്കും. ഈ ഉമ്മത്തെ ഹൈറ ഉമ്മത്തായി മാറണമെങ്കിൽ ആ ഒരു വികാരം നാം ഉൾക്കൊള്ളേണ്ടതുണ്ട്. യോജിപ്പിന്റെ മേഖലകളെക്കാൾ കൂടുതൽ 1000 യോജിപ്പിന്റെ മേഖലകളാണ് നമ്മെ കലിമത്ത് തൗഹീദിലേക്ക് നയിച്ചിട്ടുള്ളതും അതിൽ ഉറപ്പിച്ചു നിർത്തുന്നതും. അപ്പോൾ ആ മേഖലകളൊക്കെ കണ്ടെത്തി മന്ദല മാഷ് പറഞ്ഞതുപോലെ ബഹുമാന്യനായ ആദരണീയനായ മുഹമ്മദ് കുട്ടി മാഷ് ഇന്നലെ ഇവിടെ TV ഇന്റർവ്യൂവിൽ അവർ വന്നപ്പോൾ പറയുകയുണ്ടായി, ഈ ഒരു വികാരം നമ്മുടെ നാട്ടിലുള്ള ജനസഞ്ചയത്തിന് കൂടി ഷെയർ ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ മറ്റുള്ള എല്ലാ സംഗതികളും അവനാൻ്റെ മിഷനും കൊണ്ട് തന്നെ നമുക്ക് മനുഷ്യത്വത്തിന്റെ മുമ്പിൽ, മനുഷ്യ സമൂഹത്തിന്റെ മുമ്പിൽ ഹൈറ ഉമ്മത്തിന് ഉഹരിജത്തിലില്ല, അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു ഉത്തമ സമൂഹം എന്ന് സൃഷ്ടിക്കപ്പെട്ട വിധത്തിലുള്ള അങ്ങനെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട വിഭാഗം ആളുകളാണ്. ആ ഒരു ക്വാളിറ്റി നിലനിർത്താൻ വേണ്ടി പരിശ്രമിക്കുക. അതിനുള്ള ചെറിയൊരു കൂട്ടായ്മ, ഇതൊരു സിമ്പിളായിട്ട് എപ്പോഴും നമ്മുടെ മനസ്സിന് വേണം. ഇങ്ങനത്തെ ഈ കാര്യങ്ങൾ നമ്മൾ സുന്ദരമായി ചെയ്യുന്നുണ്ടല്ലോ, അതുകൊണ്ട് പലർക്കും ചെയ്യാൻ പറ്റും. അതുകൂടി സാമൂഹികമായിട്ട് ഞാൻ വളർത്താൻ ആഗ്രഹിക്കുന്നു. പിന്നെ ഒരു കാര്യം നമ്മൾ എന്താണ്, ഇന്നൊക്കെ വല്ലാതെ ബുദ്ധിമുട്ടി
വിഷമിച്ച് പ്രയാസപ്പെട്ടിട്ട് നമ്മളിങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു പക്ഷേ ഇന്നലെയാണ് അവസാനിപ്പിച്ച് നമ്മൾ പോയാൽ എന്താണ് നാണലും മറ്റൊന്നാളൊക്കെ ശ്രമിച്ചാലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മനസ്സിലുണ്ട് എന്നുണ്ടെങ്കിൽ വല്ലതാണെങ്കിൽ അത് വൈശാഖികമായ ബോധനമായിട്ട് തന്നെ ചിന്തണം. നല്ല രീതിയിൽ പൂർത്തീകരിക്കുക. നേരത്തെ പറഞ്ഞ ഹദീസിന്റെ വെളിച്ചത്തിൽ നമ്മൾ ഏതാണെങ്കിലും ഇതുവരെ നമ്മൾ നിന്നല്ലോ, അതുകൊണ്ട് ഇതൊന്ന് പൂർത്തീകരിക്കുക. അതൊന്ന് പെർഫെക്റ്റ് ആയിട്ട് തന്നെ മാക്സിമം പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ഈ കാര്യം ഒന്ന് പൂർത്തീകരിച്ച് ചാരിതാർത്ഥ്യത്തോടുകൂടി നാളെ അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ നമ്മുടെ മീസാന ഹസനാത്തിൽ ഇതൊക്കെ ഉണ്ടാവും. അള്ളാഹുവിന്റെ അർശിന്റെ തണൽ വിരിക്കുന്ന മലക്കുകൾ അതുവരെ ലക്ഷക്കണക്കിന് മാലാഖമാണ് ഈ മുഖത്ത് സാധ്യത ഇപ്പം ഇങ്ങനെ വട്ടമിട്ട് പറക്കുകയാണ്. നമ്മളവരെ കാണുന്നില്ല, പക്ഷെ അവർ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നു. നമ്മൾ പറയുന്നതും പ്രവർത്തിക്കുന്നതും നമ്മുടെ വിചാരങ്ങളും സ്പന്ദനങ്ങളും ഒക്കെ റഹ്മത്തിന്റെ മലക്കുകൾ അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും ഭിന്നരാകേണ്ടതില്ല, പ്രയാസപ്പെടേണ്ടതില്ല. അള്ളാഹുവിന്റെ അടുത്ത് ഇതൊക്കെ ഇൻഷാ അല്ലാഹ് റെക്കോർഡിൽ ഉണ്ടാവും. ഞാൻ ഒരു സ്ഥലത്ത് എന്നപ്പോൾ ഒരു ഹദീസിന്റെ വായിക്കുണ്ടായി. അതിന് ശരിക്കും ടെക്സ്റ്റ് ഓർമ്മയില്ല. അതിൽ പറയുന്ന സംഗതി ഇതാണ്: അള്ളാഹുവിന് ചില ദാസന്മാരുണ്ട്. ആ ദാസന്മാരുടെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണെന്ന്, അവർ അള്ളാഹുവിന്റെ കരിയാറുകൾക്ക് ഇതുപോലെ അവരുടെ പ്രയാസങ്ങൾ അകറ്റാൻ വേണ്ടി തിരിച്ച രംഗപ്രവേശം ചെയ്ത ആളുകളാണ്. അവരുടെ പ്രത്യേകത എന്താണ്? അവര് ആ പണി വലിയ ഇഷ്ടമാണ്. കാരണം അവർ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നു, അള്ളാഹു അവരെയും ഇഷ്ടപ്പെടുന്നു. എന്നിട്ട് ആ ഹദീസ് അവസാനിക്കുന്നത് എങ്ങനെ? വഹും തഹ്ത ളില്ലി അർശിഹി യൗമൽ ഖിയാമ. യൗമൽ ഖിയാമത്തിൽ ഇപ്പൊ നമ്മുടെ ഇവിടുന്ന് കുറച്ചൊരു 1 കിലോമീറ്റർ നടന്നാൽ നമുക്ക് ദാഹിച്ചു, നമുക്കിവിടെ വെള്ളം കിട്ടുന്നുണ്ട്. പക്ഷെ നമ്മുടെ തലയുടെ മുകളിൽ ഒരു ചാണകലത്തിന് ആ സൂര്യൻ നിൽക്കുന്ന ആ അവസ്ഥ അവിടെ നിന്ന് ആലോചിച്ച് നോക്കും. നമ്മൾ അങ്ങനത്തെ ഒരു ഘട്ടത്തിൽ എത്തുമ്പോൾ അവിടെ നമുക്ക് കൊല്ലു നഫ്സിതായ പറഞ്ഞിട്ടുണ്ടല്ലോ, എല്ലാവരും ഞാൻ നഫ്സി എന്ന് പറഞ്ഞുകൊണ്ട് മഹാന്മാരായ സച്ചരിതരായിട്ടുള്ള നമ്മുടെ ആളുകൾ പ്രവാചകന്മാർ പോലും നമ്മൾ അങ്ങനെ ഉപദേശിച്ചിട്ടുണ്ട്. സ്വന്തം നഫ്സിന്റെ കാര്യം മാത്രം ഒരു അബുദും പിന്നെ മറ്റൊരാളെ കുറിച്ച് ചിന്തിക്കാത്ത, മാതാവ് പുത്രനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിനെ കുറിച്ചോ സഹോദരനെ കുറിച്ചോ ഒന്നും ചിന്തിക്കാത്ത ആ ഒരു ഘട്ടത്തിൽ ഈ സുഹൃതങ്ങളുടെ ഹസനാത്ത് മാത്രമേ നമുക്ക് ഗുണമുണ്ടാവുള്ളൂ. അപ്പോൾ ഒരു ബേജാറാകേണ്ടതില്ല. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ അനുഗ്രഹത്തോടുകൂടി അങ്ങനെ തഹ്തളിന്റെ അള്ളാഹുവിന്റെ അർശിന്റെ ആ തണൽ വിരിക്കപ്പെട്ടുകൊണ്ട് ആ സുഹൃതങ്ങളെ അവിടെ തന്നെ അംഗീകാരം നൽകിക്കൊണ്ട് അവർക്ക് ഏറ്റവും മഹോന്നതമായ പദവി നൽകിക്കൊണ്ട് അവന്റെ സ്വർഗ്ഗത്തിൽ അഹ്ലുകളായി മാറ്റുന്ന ആ സാന്നിധ്യങ്ങളിൽ അള്ളാഹു എല്ലാവരും ഉൾപ്പെടുത്തുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.